അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു. ഞാൻ ആശ്രയിക്കും പാറ, എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തനെന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ, കൈപിടിച്ചു നടത്തുന്നെ. 22-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പകലിൽ പാടി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടവന്ന സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനവും തൻ്റെ ഒരു അനുഭവമായിരിക്കുമ്പോൾ തന്നെ മശിഹൈക സങ്കീർത്തനങ്ങളെന്ന് പറഞ്ഞ് സങ്കീർത്തനങ്ങളിൽ 150 എണ്ണത്തിൽ ചില സങ്കീർത്തനങ്ങളെ ആ നിലയിൽ യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ട് പഠന സൗകര്യാർത്ഥം അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അത്തരത്തിലെ ഒരു സങ്കീർത്തനമാണ് ഈ 22-ാമത്തെ സങ്കീർത്തനം. നമ്മളതിൻ്റെ 11 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഇത് കേവലം ദാവീദിൻ്റെ ഒരു അനുഭവം മാത്രമായിരിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുത് എന്ന് പറഞ്ഞ് തുടങ്ങി നമ്മൾ വായിച്ച 21-ാമത്തെ വാക്യം വരെ കൃത്യമായിട്ടും യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രാവചനികമായിട്ടുള്ള തൻ്റെ കഷ്ടാനുഭവങ്ങളെ പ്രാവചനിക നിലയിൽ ചിത്രീകരിച്ചിരിക്കുന്ന അനുഗ്രഹീതമായൊരു ഭാഗമാണ്. ഞാൻ ആ ഭാഗത്തു നിന്ന് ഇന്ന് പകലിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കത്തക്ക നിലയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിനായി നമ്മുടെ വ്യക്തിപര ജീവിതത്തെ ഒരുക്കാം. അന്യചിന്തകളൊക്കെ അല്പസമയത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് കർത്താവിനെയും ക്രൂശിനെയും ധ്യാനിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിൽ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് അപ്പവീഞ്ഞുകൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ വാങ്ങിച്ച് ഭക്ഷിക്കാതെ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മെ നാമാക്കി തീർക്കാൻ നമ്മുടെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകളെ ഈ നിമിഷങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. യേശുവിൻ്റെ ക്രൂശീകരണത്തെയും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ഒക്കെ മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വിവരിച്ച് ആ ഒരു ചിത്രം നിങ്ങളുടെ അകത്ത് തരുന്നതിനകത്ത് പരിമിതികളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് പരിമിതികളില്ലാത്തത് കൊണ്ട് ധ്യാനത്തോട് കൂടെ നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ അകത്ത് വരച്ചു തരുന്ന ചിത്രത്തോളം ആവുകയില്ല ഒരു മനുഷ്യൻ്റെയും വാക്കുകൾ. അതുകൊണ്ട് തന്നെ വേദഭാഗങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോഴും ഈ ശുശ്രൂഷയുടെ പങ്കാളിത്തം നാം ഒരുമിച്ച് വഹിക്കുമ്പോഴും ക്രൂശിനെ ധ്യാനിക്കുക. കർത്താവ് നിങ്ങൾക്ക് ആ നിലയിൽ അനുഗ്രഹീതമായ പുത്തൻ വെളിപ്പാടുകളും സാന്നിധ്യബോധവും ഈ ശുശ്രൂഷയിൽ തുടർന്ന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ടതും ഓർക്കുകയും ആവർത്തിച്ച് പറയുന്നതിനകത്ത് യാതൊരു സങ്കടവും ഉണ്ടാകേണ്ട നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ അനുഭവിച്ച 3 ഇടങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മേശ ശുശ്രൂഷ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മളത് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. ആ 3 സ്ഥലങ്ങളാണ്. 1 ഗദസമന, 2 ഗബദ, 3 ഗോൽഗോദ. അത് നമ്മുടെ മനസ്സിലെപ്പോഴും ആ സ്ഥലത്തിന് വിശേഷിച്ച് പ്രാധാന്യതയൊന്നുമില്ല. അവിടെ വെച്ചാണ് നസ്രായൻ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ. അത് ഓരോ ഭാഗങ്ങളും ഒരുപാട് സമയങ്ങളെടുത്ത് ധ്യാനിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ കൂടി ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഗദസമനയിൽ വെച്ചാണ് നമ്മുടെ കർത്താവ് പിടിക്കപ്പെടുന്നത്. ഗബദയിൽ വെച്ചാണ് നമ്മുടെ കർത്താവ് തകർക്കപ്പെടുന്നത്. ഗോൽഗോദയിൽ വെച്ചാണ് നമ്മുടെ കർത്താവ് തറയ്ക്കപ്പെടുന്നത്. അപ്പോൾ ഗദസമനയിൽ പിടിക്കപ്പെട്ട് ഗബദയിൽ തകർക്കപ്പെട്ട് ഗോൽഗോദയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമ്മുടെ കർത്താവ് തറയ്ക്കപ്പെടുകയാണ്. ഈ 3 സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ സ്ഥലങ്ങളിൽ യേശു അനുഭവിച്ച സഹനങ്ങൾ ചില്ലറയല്ല എന്നുള്ളത് സുവിശേഷകന്മാർ നമുക്ക് വളരെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ഇന്ന് പകലിൽ ആ ഭാഗത്തുകൂടി ഒന്ന് വേഗത്തിൽ സഞ്ചരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഗദസമന എന്ന് പറയുന്നത് നമുക്കറിയാം, യേശു ഏറ്റവും വേദനപ്പെട്ട ഒരു സ്ഥലമാണ് ഗദസമന. ഞാൻ വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വാക്യങ്ങളൊന്നും ഇന്ന് പകലിൽ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഞാനത് അക്കമിട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. 1,
യേശു അധികം വ്യാകുലപ്പെട്ട സ്ഥലമാണ്, വ്യാകുലതയുടെ സ്ഥലമാണ് ഗെത്സമന. വ്യാകുലപ്പെട്ട സ്ഥലമാണ്. മർക്കോസ് 14 നമുക്ക് ആ ഭാഗങ്ങൾ കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് യേശു ഏകാന്തത അനുഭവിച്ച സ്ഥലമാണ് ഗെത്സമന. യേശു ഏകാന്തത അനുഭവിച്ച സ്ഥലമാണ് ഗെത്സമന. മൂന്നാമത്തെ ഗെത്സമനയുടെ പ്രത്യേകത, യേശു കൂടെ നടക്കുന്നവരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട സ്ഥലമാണ് ഗെത്സമന. യേശുവിന് മാത്രമല്ല ഗെത്സമന, ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഗെത്സമനയുണ്ട്. നമ്മുടെയും ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ എത്രയോ ഇടങ്ങളിൽ വ്യാകുലതകളെ അഭിമുഖീകരിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർ. നാം അറിയാത്ത സങ്കടങ്ങൾ നമ്മുടെ അനുമതി കൂടാതെ നമ്മുടെ ജീവിത പടകിലോട്ട് തള്ളിക്കയറി ഇനി മുൻപോട്ട് എത്രയെന്ന് ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുൻപിലും വന്നില്ലേ? വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുൻപിൽ വന്നു. പക്ഷേ ആ ക്വസ്റ്റ്യൻ മാർക്ക് പലരെയും അവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള മരണത്തിന്റെ വഴി തുറന്നു കൊടുത്തപ്പോൾ, മുട്ടുകുത്തുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മുൻപിൽ ശത്രു വളരെ വലിയ ചോദ്യത്തിന്റെ ചിഹ്നങ്ങൾ ഇട്ടെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് പലതും ആശ്ചര്യത്തിന്റെ ചിഹ്നമാക്കി മാറ്റി. ഇന്ന് പകൽ യേശു ഗെത്സമനയെ ജയിച്ചെങ്കിൽ നസ്രായനെ അനുഗമിക്കുന്ന ഏവരും അവരുടെ ഗെത്സമനകളെ ജയിച്ചിരിക്കും. ഇന്ന് പകൽ മനസ്സിൽ ഉടഞ്ഞ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ തകർന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ നസ്രായൻ ഗെത്സമനയിൽ തീർന്നവനല്ല, ഗെത്സമനയെ ജയിച്ചവനാകയാൽ എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നുവെന്ന് പറയത്തക്കതില്ല. നമ്മുടെ ഗെത്സമനകളെയും ഒരു പഴങ്കഥയാക്കി നമ്മളും പുറത്തു വരും. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയാ. അപ്പോ ഗെത്സമന എന്നുള്ളത് വ്യാകുലതയുടെ സ്ഥലമാണ്. 2, ഗെത്സമന എന്ന് പറയുന്നത് ഏകാന്തതയുടെ സ്ഥലമാണ്. 3, ഗെത്സമന എന്ന് പറയുന്നത് ഒറ്റിക്കൊടുക്കലിന്റെ സ്ഥലമാണ്. ഞാൻ സ്നേഹിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്ക് നേരെ കുതികാലുയർത്തിയിരിക്കുന്നുവെന്ന് പ്രാവചനിക ദൃഷ്ടിയിൽ പ്രവചിച്ചെഴുതിയ വാക്ക് യൂദയിൽ കൂടി അന്വർത്ഥമാകുമ്പോൾ, നമ്മുടെ കർത്താവിന് ഈ ഒറ്റിക്കൊടുക്കപ്പെടലിൻ്റെ ഒരു ഗെത്സമന ഉണ്ടായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നസ്രായ മാർഗത്തെ അനുഗമിക്കുന്നവരും ആ മാർഗത്തിൽ ആയിത്തീർന്നവർക്കും ഇതുപോലെ ചില ഒറ്റിക്കൊടുക്കപ്പെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഗെത്സമനകളെ ജയിക്കാൻ ഇന്ന് പകൽ ഈ ശുശ്രൂഷയുടെ നടുവിൽ കർത്താവ് ഒരു കൃപ തരട്ടെ. ശരീരത്തിൽ ഉടഞ്ഞവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകലിലും രോഗാതുരമായ അനുഭവങ്ങളോടുകൂടി തകർന്നിവിടെ വന്നിരിക്കുന്നവരുണ്ട്. നാം ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ കൂടി പങ്കാളികളാകുമ്പോൾ ആരുടെയും കരം തൊടാതെ ഉടഞ്ഞ നസ്രായന്റെ കരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകളെയും പ്രതിസന്ധികളെയും മാറ്റാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചാൽ ഇന്ന് പകലിലും കരം തൊടാതെ ചില സൗഖ്യങ്ങൾ ഇതിനകത്തു നടക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഒരു സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഒരു ആമേൻ പറഞ്ഞ ആ ദൂതുകളെ ഏറ്റെടുക്കുവാനായി കഴിയും? ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകലിലും അതിവിടെ ചെയ്യട്ടെ. കത്തി കൂടാതെ, മുറിപ്പാടുകളില്ലാതെ ഇന്ന് പകൽ ചില ശരീരങ്ങളുടെ അകത്ത് ഈ ശുശ്രൂഷയുടെ ഇടയിൽ ചില ശസ്ത്രക്രിയകൾ നടക്കട്ടെ. ഒരിക്കലൊരു അഭിഷിക്തൻ പറഞ്ഞതുപോലെ, രക്തം പൊടിയാതെ ശസ്ത്രക്രിയ നടത്താൻ കരുത്തുള്ള ഒറ്റ വൈദ്യനെ ഉലകത്തിലുള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. വ്യാകുലതയുടെയും ഏകാന്തതയുടെയും ഒറ്റിക്കൊടുക്കപ്പെടലിൻ്റെയും മാത്രമായിരുന്നില്ല ഗെത്സമന. ഗെത്സമനയെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു, ദൈവിക സഹായം ലഭിച്ച സ്ഥലമാണ് ഗെത്സമന. ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ, വ്യാകുലപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ സങ്കടപ്പെടരുത്. അതുമാത്രമല്ല ഗെത്സമനയുടെ ചിത്രം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദൈവിക സഹായം ദൂതന്റെ രൂപത്തിൽ വെളിപ്പെട്ട സ്ഥലമാണ് ഗെത്സമന. ഇന്ന് പകലിൽ ഏതൊക്കെയോ പ്രതിസന്ധികളിൽ ഒരു പിടിവള്ളി കിട്ടാതെ ഉടയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗെത്സമനയിലും ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ ദൈവത്തിന്റെ സഹായം നിങ്ങളെ തേടി വന്നിരിക്കും. അതെ, ഗെത്സമന നമുക്ക് തരുന്ന അനുഗ്രഹീതമായ പാഠമാണ്. ദൈവീകമായ സഹായം നമുക്ക് നമ്മുടെ ഗെത്സമനയിൽ ലഭിക്കും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, യേശുവിൻ്റെ പരമാധികാരം വെളിപ്പെട്ട സ്ഥലമാണ് ഗെത്സമന. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ലൂക്കോസ് അവിടെ പറഞ്ഞു നിർത്തി യോഹന്നാനിലോട്ട് പ്രവേശിക്കുമ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം,
നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിക്കുമ്പോൾ നസ്രായനെ എന്ന് പറഞ്ഞു. ഉടനെ യേശു എന്ത് പറഞ്ഞു? അത് ഞാനാകുന്നു. പണ്ടൊരിക്കൽ മോശയോട് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മിസ്രൈമിൽ നിന്ന് ദീർഘകാലം ഒളിച്ചോടി ആടുകളെ മേയിച്ച് ആരോരും അറിയാതെ അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ ഹോരേബിൻ്റെ നിറകയിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ സർവശക്തനവന് പ്രത്യക്ഷനായി ഒരു നിയോഗം കൊടുത്ത് തൻ്റെ ജനത്തിൻ്റെ അടുക്കലോട്ട് അയക്കാൻ വേണ്ടി ഇറങ്ങി വന്നവൻ മോശയോട് കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ മോശ ചോദിച്ചു, എന്നെ ഈ തരുണത്തിൽ തേടി വന്ന് ഇങ്ങനെ നിയോഗിക്കാൻ കരുത്തുള്ള താങ്കൾ ആരാണ്? താങ്കളുടെ പേരെന്താണ്? ഉടനെ ദൈവം തമ്പുരാൻ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചുവെന്ന് നീ പറയണം. അയാം ദാറ്റ് അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്താണ് ആ എബ്രായ പദത്തിന്റെ അർത്ഥം? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നവൻ, ഇന്ന് ആകുന്നവൻ, നാളെ ആയിരിക്കുന്നവൻ, ത്രികാലങ്ങളെ കൈപ്പിടിക്കകത്ത് ഒതുക്കാൻ കരുത്തുള്ള ഒരുവൻ മുൾപ്പടപ്പിൽ ഇറങ്ങി നിന്നിട്ട് മോശയോട് പറയുന്നു, മോശേ, നിന്റെ ജീവിതവും ഇതുപോലെ കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് കത്തുകയാ, പക്ഷേ നീ എന്തുകൊണ്ട് ചാമ്പലായില്ല എന്ന് ഓർത്താൽ ഒറ്റ ഉത്തരമേ അതിനകത്തുള്ളൂ. ഞാനാകുന്നവൻ നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ട്. ഇന്നലെ ആയിരുന്നവൻ, ഇന്ന് ആയിരിക്കുന്നവൻ, നാളെയും ആകുന്നവൻ, ത്രികാലങ്ങളെ ഇന്ന് പകലിൽ തൻ്റെ കരങ്ങളുടെ അകത്തമർത്താൻ കരുത്തുള്ളവൻ. അവിടെ അത് പറഞ്ഞെങ്കിൽ ഗദസമനയുടെ മണ്ണിലും താൻ വിളിച്ചു പറയുന്ന പരമാധികാരത്തിന്റെ വാക്കിന്റെ മുൻപിൽ അറസ്റ്റ് ചെയ്യാൻ വന്നവരൊക്കെ തന്റെ മുമ്പിൽ നെടുമ്പാട് വീണെങ്കിൽ ഗദസമന തകർച്ചയുടെ സ്ഥലം മാത്രമല്ല, അത് പരമാധികാരം വെളിപ്പെട്ട സ്ഥലം കൂടിയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? ഗദസമന ദൈവസഹായം ലഭിക്കുന്ന സ്ഥലമാണ്. ഗദസമന യേശുവിന്റെ പരമാധികാരം വെളിപ്പെട്ട സ്ഥലമാണ്. തീർന്നില്ല, ഗദസമന ശത്രുവിന്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥലമാണ്. ഒത്തിരി പേര് വീണതിൻ്റെ കൂട്ടത്തിൽ 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്ന് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്ത യൂദയും അടിച്ചു തല്ലി താഴെ പോയി. അതാണ് ഏറ്റവും സങ്കടം. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദയുടെ നേതൃത്വത്തിലുള്ളവരെല്ലാം ഞാനാകുന്നുവെന്ന് പറഞ്ഞ വാക്കിൻ്റെ മുൻപിൽ അവരെല്ലാം യേശുവിൻ്റെ മുൻപിൽ വീണ് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗദസമനയ്ക്ക് ഒരു ഭാഗത്തൊരു തകർച്ചയുണ്ടെങ്കിൽ മറുഭാഗത്തൊരു മാന്യതയുമുണ്ട്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട്, സമയത്തിൻ്റെ കുറവ് മൂലം വായിപ്പിക്കുന്നില്ല. വ്യാകുലതയുടെ, ഏകാന്തതയുടെ, ഒറ്റിക്കൊടുക്കപ്പെടലിൻ്റെ സ്ഥലമാണ് ഗദസമന. തീർന്നില്ല, ദൈവസഹായം ലഭിച്ച സ്ഥലം, ദൈവത്തിൻ്റെ പരമാധികാരം വെളിപ്പെട്ട സ്ഥലം, ശത്രു ദയനീയമായി പരാജയപ്പെട്ട സ്ഥലം. അങ്ങനെയെങ്കിൽ നാമും നമ്മുടെ ഗദസമനകളെ ജയിക്കും. യേശു നമുക്ക് വേണ്ടി പങ്കപ്പാട് അനുഭവിച്ച 1-ാമത്തെ സ്ഥലമാണ് ഗദസമന. 2-ാമത്തെ സ്ഥലമാണ് ഗബദ, കൽത്തളം. കൽത്തളം എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ ഗബദയിൽ വെച്ചാണ് നമ്മുടെ കർത്താവ് തകർക്കപ്പെടുന്നത്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മീയതയ്ക്ക് രാഷ്ട്രീയ പരിവേഷം ചാർത്തുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ഗബദയെ കാണാം. മനസ്സിലാവുന്നുണ്ടോ? ആത്മീയതയ്ക്ക് രാഷ്ട്രീയതയുടെ ഒരു പരിവേഷം കൊടുക്കപ്പെടുന്ന സ്ഥലമായിട്ട് ഗബദ മാറുകയാണ്. ഗബദയിൽ നിൽക്കുന്ന യേശുവിനെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ വെളിച്ചത്തിലാണ് യേശുവിനെ അവിടെ അടിച്ചു തകർക്കപ്പെടുന്നത്. യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ യേശുവിനെതിരെ അവർ ആരോപിച്ച 4 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലെ ഒന്ന്, ഞങ്ങളുടെ ജാതിയെ അവൻ മറിച്ചു കളയുന്നു. അതായിരുന്നു യേശുവിനെതിരെയുള്ള 1-ാമത്തെ ആരോപണം. 2-ാമത്തെ ആരോപണം, ഇവൻ സ്വയം അവനെ തന്നെ രാജാവാക്കുന്നു. 3-ാമത്തെ ആരോപണം, കൈസർക്ക് കരം കൊടുക്കുന്നത് ഇവൻ നിഷേധിച്ചു. 4-ാമത്തെ ആരോപണം, ജനത്തെ കലഹിപ്പിച്ചു. ഇതൊന്നും യേശു ചെയ്തതല്ല, യേശുവിൻ്റെ മേൽ കെട്ടിച്ചമച്ചു വെച്ചതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ ജാതിയെ എന്ത് ചെയ്തു? അവൻ മറിച്ചു കളഞ്ഞു, സ്വയം രാജാവെന്ന് പ്രഖ്യാപിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിലക്കി. 3, 4, ജനത്തെ കലഹിപ്പിച്ചു. ഇതൊന്നും യേശു ചെയ്തതല്ല.
ഇന്ന് പകൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. നാം ചെയ്യാത്തത് മാനവകുലം നമ്മുടെ മേൽ വെച്ച് കെട്ടിയാൽ അതിന് നിലനിൽപ്പില്ലെന്നറിഞ്ഞോണം. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മേൽ ചുമത്താൻ ഒരു ബ്രാക്കറ്റ് പീരീഡ് വാചാലതയുള്ളവർ ജയിച്ചെന്നിരിക്കാം. പക്ഷേ അതിനകത്ത് കഴമ്പില്ലെങ്കിൽ അതൊക്കെ ഉരിഞ്ഞു വീഴുന്ന തുണി പോലെ മാറും. നമ്മുടെ പരമാർത്ഥത വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അപ്പൊ 4 ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ യേശുവിനെ അടിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലമാണ് ഗബദയുടെ കൽത്തളം. നിങ്ങൾ ആ കൽത്തളത്തിലേക്കൊന്ന് നോക്കിക്കേ. കൈ ബന്ധിക്കപ്പെട്ടവനായി കുനിച്ചു നിർത്തി 2 ഭാഗത്ത് നിൽക്കുന്ന പടയാളികൾ ചാട്ടവാറുകൾ കൊണ്ട് യേശുവിൻ്റെ പുറത്ത് കരുണലേശവനെ അടിക്കുകയാണ്. ഒരുപാട് തവണ നാം ധ്യാനിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കട്ടിയുള്ള ഈയക്കട്ടികളും എല്ലിൻ്റെ കൂർത്തുമൂർത്ത വസ്തുതകളുമൊക്കെ കുതിരയുടെ വാലുകൊണ്ടുണ്ടാക്കിയ വാറിൽ കൊരുത്തിട്ടിട്ട് അടിച്ച് ആ പുറത്ത് പിടിപ്പിച്ചിട്ട് ഇത് പിടിച്ചതിൽ മാംസത്തിലും അസ്ഥിയിലോട്ടും ഇത് ആഴ്ന്നിറങ്ങുമ്പോൾ 2 കരവും കൂട്ടി അത് വലിച്ചു പറിക്കുമ്പോൾ മുറ്റത്ത് പുല്ല് പറിക്കുമ്പോൾ മണ്ണിളകുന്നത് പോലെ മാംസത്തിനകത്തോട്ടും അസ്ഥിയുടെ അകത്തോട്ടും ഈയക്കട്ടിയും എല്ലിൻ കഷണങ്ങളും ഒക്കെ പിണഞ്ഞു കയറിയിടത്തുനിന്ന് മാംസം പറഞ്ഞു മാറും. ഒരാൾ അടിച്ചു വലിച്ചു പറിക്കുമ്പോൾ അടുത്ത നമ്പർ വീഴും, അടുത്ത വശത്തുനിന്ന് അടുത്തയാള് അടിക്കും. 39 അടി ആ പുറത്ത് വീണ് കഴിഞ്ഞപ്പോൾ ഇനി പറയാൻ ആ പുറത്ത് മാംസമില്ല, ബന്ധം വിടാൻ ആ പുറത്തിനി അസ്ഥികളില്ല. ആർക്കു വേണ്ടി? പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, നമുക്ക് വേണ്ടി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപമാക്കപ്പെട്ടു. ഇന്ന് പകലിൽ ഗബദയുടെ കൽക്കളത്തെ ധ്യാനിക്കാത്ത ഒരാൾക്ക് കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിലേക്ക് യഥാവിധം പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. എത്രയോ ശ്രേഷ്ഠകരമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ. ഞാനിത് വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ ഹൃദയത്തിലെ സ്നേഹമൊന്ന് വർദ്ധിക്കട്ടെ. നിർദ്ദയമായി നമ്മുടെ കർത്താവ് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഗബദ എന്ന് പറയുന്നത്. സത്യധർമ്മങ്ങൾ ഒരുപോലെ തിരസ്കരിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഗബദ എന്ന് പറയുന്നത്. ഈ സഹനങ്ങൾ മുഴുവൻ സന്തോഷപൂർവം തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങാൻ യേശുവിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തിരിച്ചറിയരുത്. ഈ പകൽ അറിയാതെ പോകരുത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹവും പുത്രന് നമ്മളോടുള്ള സ്നേഹവും ഒരുപോലെ സമ്മേളിപ്പിക്കപ്പെട്ട ഒരിടമാണ് ഗബദയുടെ കൽത്തളം. ഇന്ന് പകലിൽ എത്ര പ്രിയപ്പെട്ടവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് പിടിക്കപ്പെട്ടതല്ല, പിന്നെ എന്ത് ചെയ്തതാണ്? ഏൽപ്പിക്കപ്പെട്ടതാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്കൊന്ന് വരാമോ? മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. ബാക്കി സുവിശേഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവിനെ ഇവരെല്ലാം കൂടി വന്ന് പിടിച്ചുവെന്നാണ്. പിടിച്ചതല്ല, യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ്. മർക്കോസിന്റെ സുവിശേഷം 14:41. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനെ പിടിച്ചതല്ല കേട്ടോ, യേശു നമുക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ്. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. തീത്തോസിന്റെ ലേഖനം 2:14 വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ തന്നെ നമുക്ക് വേണ്ടി കൊടുത്തു. യേശു ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന 10 വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്. എത്ര വാക്യങ്ങളുണ്ട്? 10 വാക്യങ്ങൾ. അത് നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്. സാമ്പിളായിട്ട്
2-3 വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആവേശത്തിന് വേണ്ടി തുടർന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയേണ്ടതിന് വേണ്ടി ഞാൻ പറയാം. അതിലെ ഒന്നാണ് നമ്മൾ ഈ വായിച്ച കുറിവാക്യം തന്നെ. തീത്തോസിൻ്റെ ലേഖനം 2:14 വാക്യത്തിൽ 2 കാര്യത്തിന് വേണ്ടി യേശു തന്നെ ഏൽപ്പിച്ചു. ഒന്ന്, നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി തന്നെത്താൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. 2, സ്വന്തം ജനമായി നമ്മെ തീർക്കേണ്ടതിന് വേണ്ടിയാണ് യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? എന്തിനു വേണ്ടിയൊക്കെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്? 1, നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി. 2, സ്വന്തം ജനമായി നമ്മെ തീർക്കേണ്ടതിന് വേണ്ടിയാണ് യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തത്. എൻ്റെ ജനമെന്നും സ്വന്തം ജനമെന്നുമുള്ള വിളിപ്പേരിന് യോഗ്യരായിരുന്നവർ ഇസ്രായേൽ ജനതയായിരുന്നു. കേട്ടോ നിങ്ങളെല്ലാവരും? എൻ്റെ ജനമെന്നും സ്വന്തം ജനമെന്നും ഉള്ള വിളിപ്പേരിന് യോഗ്യതയുള്ള ഒറ്റ ജനതയെ ഉലകത്തിലുണ്ടായിരുന്നുള്ളൂ. അത് ഇസ്രായേൽ ജനതയാണ്. വാക്യങ്ങളുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അപ്പൊ ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം സ്വയം പറഞ്ഞത് അവർ എൻ്റെ ജനമാണ്. വേണമെങ്കിൽ മറ്റൊരു വാക്യം വായിച്ചു കൊള്ളുക. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇവരെ കുറിച്ച് പറയുന്നത് സ്വന്തം ജനമെന്നാണ്. എൻ്റെ ജനമെന്ന് പറഞ്ഞ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ആവർത്തനം 7-ന്റെ 6-ാമത്തെ വാക്യം. നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. കണ്ടോ? അപ്പം സ്വന്തം ജനമെന്നും എൻ്റെ ജനമെന്നും പറഞ്ഞത് യഹൂദന്മാരെ കുറിച്ചാണ്, ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ്. എന്നാൽ യേശുവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിൽ കൂടി യഹൂദ യവനായ വ്യത്യാസമില്ലാതെ സകലരെയും തൻ്റെ സ്വന്തം ജനമാക്കേണ്ടതിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. എത്ര പ്രിയപ്പെട്ടവർക്ക് സന്തോഷമുണ്ട്! ഏതോ ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രം അർഹതപ്പെട്ടിരുന്ന ആ വലിയ പദവി നമ്മുടെ കർത്താവ് കാൽവറിയിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് കൃപയ്ക്ക് ഒരു കാലത്തും യോഗ്യതയില്ലാതിരുന്ന നമുക്കും സ്വന്തം ജനമെന്ന പദവിയിലേക്ക് വരാൻ കർത്താവ് അനുമതി നൽകി. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഏൽപ്പിച്ചു കൊടുത്തത് തന്നെത്താനാണെന്നുള്ളതിന് എന്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിച്ചത്. 1, ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി. 2, സ്വന്തം ജനമാക്കേണ്ടതിന് വേണ്ടി. 3, ഗലാത്യ ലേഖനം 1-3 വായിച്ചു കൊള്ളുക. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? 1, നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി. 2, നമ്മെ സ്വന്തം ജനമാക്കേണ്ടതിന് വേണ്ടി. 3, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി. ശാസ്ത്ര സാങ്കേതിക മികവുള്ള ഈ ലോകത്തെ തിരുവചനം പറയുന്നത് ദുഷ്ടലോകമെന്നാണ്. എന്തുകൊണ്ട് ഈ ലോകം ദുഷ്ടലോകമായി ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ നേട്ടങ്ങൾ കാലങ്ങൾ കൊണ്ട് മാനവ ജനത കൈവരിച്ചിരിക്കുന്നു. ഇത്രയും നേട്ടങ്ങളുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഈ കാലം ദുഷ്ടലോകമാകും എന്ന് ചോദിച്ചാൽ തിരുവചനം അതിന് പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് പറയുന്നത്. 1, ദൈവനിഷേധം. 2, കർത്തൃത്വ നിഷേധം. 3, പരിശുദ്ധാത്മ നിഷേധം. 4, സത്യവചന നിഷേധം. 5, പുനരാഗമന നിഷേധം. ഈ 5 കാര്യങ്ങൾ മാനവകുലത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ശാസ്ത്ര സാങ്കേതികത്വത്തിൽ മികവ് നമ്മുടെ ലോകത്തിനുണ്ടെങ്കിലും തിരുവചനം ഈ ലോകത്തെ ദുഷ്ടലോകമെന്ന് വിളിക്കാൻ കാരണം ഈ 5 നിഷേധങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഞാനതിൻ്റെ വാക്യങ്ങൾ പിന്നാലെ തരാം. റോമർ 1:19, യൂദ 4:8, 4 അപ്പോസ്തല പ്രവൃത്തി 7:52, അപ്പോസ്തല പ്രവൃത്തി 20, 28, 29, 2 പത്രോസ് 3:3. ഇതിനകത്ത് ഈ 5 കാരണങ്ങളും 5 നിഷേധങ്ങളുമുണ്ട്. ഞാൻ ഒറ്റ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 3 കാര്യം ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണെന്നുള്ളത്. ബാക്കി 7 കാര്യങ്ങൾ തിരുവഴുത്തിൽ കിടപ്പുണ്ട്. 1, വചനം മറിച്ചു നോക്കുക, ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തും. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിനങ്ങളിൽ അത് ധ്യാനിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അപ്പോൾ ഗെത്സമനയിൽ യേശു പിടിക്കപ്പെട്ടു, ഗബതയിൽ നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടു.
ഗോൽഗോഥയിൽ വെച്ചാണ് നമ്മുടെ കർത്താവ് തറയ്ക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഗോൽഗോഥയിലോട്ട് നിങ്ങൾ നോക്കിക്കേ. 3 കുരിശുകൾ നാട്ടി നിർത്തിയതിനകത്തെ ഒത്ത നടുവിൽ യേശു കർത്താവിനെ തറച്ചിരിക്കുകയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഗോൽഗോഥ നമുക്ക് തരുന്ന ഒരു ചിത്രം ഇതാണ്. യേശു അല്പവസ്ത്രധാരിയായി വസ്ത്രാക്ഷേപം സംഭവിച്ചവനായി തീർന്ന സ്ഥലമാണ് ഒരർത്ഥത്തിൽ ഗോൽഗോഥ എന്നുള്ളത്. എന്തിന് യേശു വസ്ത്രാക്ഷേപിതനായി എന്ന് ചോദിച്ചാൽ, പാപം നിമിത്തം വസ്ത്രം കളഞ്ഞു കുളിച്ച് നഗ്നരായ നമ്മെ ഉടുപ്പിക്കാൻ നമ്മുടെ കർത്താവ് അർത്ഥനഗ്നനായി കിടക്കുകയാണ്. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? നമ്മെ രക്ഷാവസ്ത്രം ധരിപ്പിക്കാൻ, നമ്മെ ഉത്സവവസ്ത്രം ധരിപ്പിക്കാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഏതോ AC റൂമിലിരുന്ന് കാര്യം നടത്തിയെന്നല്ല, മാനവകുലത്തിൻ്റെ സകല ശിക്ഷകളും തൻ്റെ തിരുശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ പാതയോരത്തുകൂടി കടന്നു പോകുന്ന ഏതൊരാൾക്കും കാണത്തക്ക നിലയിൽ അല്പവസ്ത്രധാരിയായി കിടക്കുമ്പോൾ യേശു നമ്മോട് പറയുന്നുണ്ട്, മനുഷ്യ, ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തതുകൊണ്ട് ആദാം വരുത്തി വെച്ച നഗ്നതയിൽ ആ നഗ്നത മാറ്റി നിന്നെ ഉടുപ്പിക്കാൻ നിന്റെ നായകൻ നിനക്ക് വേണ്ടി അല്പവസ്ത്രധാരിയായി കിടക്കുകയാ. എന്തിനാ യേശു മുറിപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, നമ്മുടെ മുറിവ് കെട്ടാനാ യേശു മുറിപ്പെട്ടത്. എന്തിനാ യേശുവിനെ അടിച്ചു തല്ലിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അവന്റെ അടിപ്പിണരികളാൽ നമുക്ക് സൗഖ്യം വരാൻ. യേശുവിനെ അടിച്ച യേശുവേറ്റ ഓരോ ചാട്ടവാറിന്റെ അടികളും നമ്മുടെ ഓരോ രോഗത്തിനുള്ള സൗഖ്യമായി മാറുകയാണ്. ആരാണോ അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അവർക്ക് തന്നെ അടിപ്പിണരാളുള്ള സൗഖ്യം ഇന്ന് പകലിൽ ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ അകത്ത് ആരുടെയും കരം തൊടാതെ, രോഗശാന്തി വരപ്രാപ്തന്റെ കരം തൊടാതെ, മറ്റുള്ളവരുടെ കരം തൊടാതെ ഇന്ന് പകൽ ഈ അപ്പവീഞ്ഞികളിൽ നിന്ന് വിശ്വാസത്തോടെ പങ്കെടുക്കുന്നവരുടെ ശരീരത്തിന്റെ ഏതു രോഗാവസ്ഥകളെയും ഇന്ന് പകൽ ആരും അറിയാതെ സൗഖ്യമാക്കാൻ ഒരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? യുദ്ധം, ക്ഷാമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു. വില്ലൊടിക്കുവാൻ, വ്യാധി നീക്കുവാൻ ജയം വരിച്ചേശു വരുന്നു. ഞാൻ ആശ്രയിക്കും പാറ, എൻ രക്ഷയിൽ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തനെന്റെ അഭയം. ഇടയ ശ്രേഷ്ഠ ക്രിസ്തു വീര്യഭുജമുള്ളോ, കൈപിടിച്ചു നടത്തുന്നെന്നെ.